Christ. ചർച്ച എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരമല്ലേ? The church is the body of Jesus Christ. അതോ ചുമ്മാ ഒരു കൂട്ടായ്മ മാത്രമാണോ? Or is it just a gathering? No. No. ഇത് മിസ്റ്ററിയാ. This is a mystery. തല ക്രിസ്തുവും ശരീരം സഭയുമാണ്. There is Christ and then there is his body, which is the church. എൻ്റെ പ്രിയരെ, ഞാൻ എൻ്റെ സഭയെ പ്രസംഗിക്കുന്നല്ലോ ഇവിടെ സ്വാതന്ത്ര്യത്തോടെ പറയുക. I am preaching to you with freedom as if this is my own church. ഞാൻ എൻ്റെ സഭയെ പറയാറുണ്ട്, ഇവിടെ വിശ്വാസികൾ എന്ന് പറഞ്ഞ് വന്നിരിക്കാൻ ആരും ഇങ്ങോട്ട് വരണ്ടാന്ന്. I say to my church, don't come sit here in the name of being a believer. സന്യാസികളെ, കർത്താവിന്റെ സഭയിൽ വിശ്വാസികളുടെ കൂട്ടം ഇല്ല. In the church of God there is no gathering of believers. ബെഥേലിലുണ്ടോ എന്ന് എനിക്കറിയില്ല. I don't know if it is there in Bethel. ഏജിയിലുണ്ടോ എന്ന് അറിയത്തില്ല. I don't know if it's there in Egypt. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനമായ ഷാരോനിലുണ്ടോ എന്ന് എനിക്കറിയില്ല. I don't know if it is in Shalom churches. പക്ഷേ കർത്താവിന്റെ സഭയിൽ വിശ്വാസികളുടെ കൂട്ടം ഇല്ല. But in the church of God there is no gathering of believers. അങ്ങനെ ഉണ്ടെന്ന് പഠിപ്പിച്ചതാണ് സഭയ്ക്ക് പറ്റിയ തെറ്റ്. The biggest mistake was that doctrine was taught to us. വന്നിരിക്കാൻ കുറച്ച് പേര്. There are some people who come and sit here. ദശാംശം കൊടുക്കാൻ കുറച്ച് പേര്. Some people who give tithes. സ്തോത്ര കാഴ്ച ഇടാൻ കുറച്ച് പേര്. Some people to give offerings. അവർ വരുന്നു, അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, അവർ തിരിച്ചു പോകുന്നു. They come, they do their duty, they go back. വേറെ എന്നാ സഭ നടക്കുന്നത്? What else is happening in the church? The real church of God അതല്ല. Real church of God is not like അത് this. വിശ്വാസികളുടെ കൂട്ടമല്ല. It is not just the gathering of believers. ശിഷ്യന്മാരുടെ കൂട്ടമാണ്. It is the gathering of disciples. യേശുവിന്റെ കൂടെ 12 പേരെ കർത്താവ് കൂടെ കൊണ്ടു നടന്നു. There were 12 people that Jesus walked with. അവരാരും സ്തോത്ര കാഴ്ച ഇടാൻ പോയവരല്ല. They were not people who went to give tithes. അവരാരും ദശാംശം കൊടുക്കാൻ പോയവരല്ല. They were not people who went to give offerings. അയ്യോ, സജു പാസ്റ്റർ വന്ന് പറഞ്ഞ് പാസ്റ്റർ ദശാംശം കൊടുക്കല്ലേ, സഭയുടെ വരുമാനം നിർത്തല്ലേ കേട്ടോ. Please don't stop giving your tithes and offerings just because I said this. നിങ്ങൾ നിർത്തിയാലും കാക്ക വരുമെന്നേ. Even if you stopped, the ravens will come. Amen. കെരീതിൽ കരുതുന്ന ഒരു കർത്താവുണ്ട്. A God who provided in the land of Kerith. തന്റെ ഭക്തന് കെരീതിൽ കരുതാൻ ദൈവം ഉണ്ടെന്ന്. It was God who brought the provision to the man of God in Kerith. സാരഭത്തിലും ദൈവമാണ് കരുതുന്നത്. It was God who also provided in Zarephath. കെരീതിൽ കരുതിയ ദൈവം തന്നെയാണ് സാരഭത്തിലും കരുതുന്നത്. The same God who provided in Kerith was the same God who provided in Zarephath. ഒന്നുകൂടെ പറയാം, അങ്ങ് ബേർശേബ മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ തണലിലും ദൈവമാണ് കരുതിയത്. ദൂതനെ അയച്ച് ദൈവം അടയും വെള്ളവും കൊണ്ടു കൊടുത്തു. And it was God who also provided in the wilderness of Beersheba by sending an angel giving him bread and water. ഡേവിഡ് പാസ്റ്റർ മുമ്പേ പ്രസംഗിച്ചത് ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി വിവേചിച്ചു പറയുക. നീ ഏത് സിറ്റുവേഷനിലായിരുന്നാലും, നീ എവിടെ കിടന്നാലും, അത് കെരീതായാലും സാരഭത്തായാലും ബേർശേബ മരുഭൂമിയായാലും, എല്ലായിടത്തും നടത്തുന്നത് അവന്റെ കരമാണ്, പ്രവർത്തിക്കുന്നത് ദൈവമാണ്, കരുതുന്നത് ദൈവമാണ്. Let me reiterate what David told you earlier. Whether it is Zarephath or Kerith or Beersheba, it is the hand of God that provides for you in every circumstance. ഈ 12 പേരെ കർത്താവ് കൂടെ കൊണ്ടു നടന്നപ്പോൾ വിശ്വാസികളായിരിക്കാൻ അവരെ കർത്താവ് വിളിച്ചില്ല. When God called the disciples to himself, he did not call